ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ 16 രാത്രി 11:39 കർക്കിടക രവി സംക്രമമാണ്. അതായത് സൂര്യൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നു. കർക്കിടക രാശിയിൽ സൂര്യന് ഗുരുവുമായിട്ട് യോഗം വരുന്നു. അപ്പോൾ കർക്കിടക സംക്രാന്തിയും സൂര്യ ഗുരു യോഗവും ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ജൂലൈ 16 രാത്രിയാണ് കർക്കിടക രവി സംക്രമം, അതായത് സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കർക്കിടക രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ ദക്ഷിണായന കാലത്തിൻ്റെ സമാരംഭമാണ്. അപ്പോൾ ഇത്തവണത്തെ സൂര്യൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം സർവേശ്വരകാരകനായിട്ടുള്ള വേഴഗ്രഹം, ധർമ്മകാരകനായിട്ടുള്ള വേഴഗ്രഹം കർക്കിടക രാശിയിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന സമയത്താണ് സൂര്യൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത്. അങ്ങനെ സൂര്യനും ഗുരുവുമായിട്ട് കർക്കിടക രാശിയിൽ യോഗം വരുന്നു. അതായത് രണ്ട് സാത്വിക ഗ്രഹങ്ങളുടെ യോഗമാണ് കർക്കിടക രാശിയിൽ വരുന്നത്. സൂര്യൻ ആത്മകാരകനാണ്, അതേസമയം ജ്ഞാനകാരകനും ധർമ്മകാരകനും സർവേശ്വരകാരകനുമാണ് ഗുരുഗ്രഹം. ഈ രണ്ട് ഗ്രഹങ്ങൾ, രണ്ട് സാത്വിക ഗ്രഹങ്ങളുടെ യോഗമാണ് കർക്കിടക രാശിയിൽ വരുന്നത്. അത്യപൂർവമായിട്ടുള്ള ഒരു യോഗമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ പൊതുവെ നമുക്ക് ഈ ഉയർന്ന ലക്ഷ്യങ്ങൾ, കറക്റ്റ് തീരുമാനങ്ങൾ ഒക്കെ എടുക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പൊതുവേ നമുക്ക് ആത്മവിശ്വാസമൊക്കെ കൂടുന്ന സമയമാണ്. സത്ചിന്ത, സത്പ്രവർത്തനങ്ങൾ, ഉയർന്ന ബുദ്ധി ഈ സമയത്ത് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെ കടാക്ഷം, കർമ്മമേഖലയിൽ ഉയർച്ച, അംഗീകാരം ഒക്കെ ഉണ്ടാകും. പൊതുവെ പൊതുജനപ്രീതി കൂടുന്ന സമയമെന്ന് പറയാം. ആത്മജ്ഞാനം ആർജിക്കുന്നതിനും ഈശ്വര കടാക്ഷം ലഭിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഈ കർക്കിടക സംക്രാന്തിയും സൂര്യഗുരു യോഗവും വ്യത്യസ്തമായിട്ടായിരിക്കും സ്വാധീനിക്കുന്നത്. അത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെയും ആ ഗുരുവിൻ്റെയും കർക്കിടക രാശിയിലെ യോഗം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും, അതായത് മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് ഈ കർക്കിടക സംക്രാന്തി എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് ജന്മലഗ്ന രാശ്യാധിപനാണ്. ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ 16 അവരുടെ 12ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 16 വരെ ഏകദേശം ഒരു മാസം ആ സൂര്യൻ 12-ലായിരിക്കും. 12 ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഗുരുവും സൂര്യനും 12ാം ഭാവരാശിയിൽ യോഗം ചെയ്യുന്ന സമയമാണ്. രണ്ട് സാത്വിക ഗ്രഹങ്ങൾ 12ാം ഭാവരാശിയിൽ യോഗം ചെയ്യുന്നു. അപ്പോൾ ജന്മരാശ്യാധിപനും ആണ് 12 സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ വിദേശ യാത്രകളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്ത് തൊഴിൽ, പഠനം, ബിസിനസ് ഇവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. അത് വിദേശ ബന്ധം വഴി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അതുപോലെ പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനൊക്കെ ചിലപ്പോൾ പ്ലാൻ ചെയ്തു എന്ന് വരാം. ആത്മീയ കാര്യങ്ങളിലൊക്കെ പൊതുവെ ശ്രദ്ധ കൂടുന്ന സമയമാണ്. സ്പിരിച്വൽ തലത്തിൽ പഠനങ്ങൾ നടത്തുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. അതുപോലെ തന്നെ ഈ സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. പഠനം, അത് യാത്ര, തീർത്ഥയാത്ര, ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിലപ്പോൾ ഈ സമയത്ത് ചെലവ് കൂടുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതേസമയം സൂര്യനും ഗുരുവൊക്കെ 12 നിൽക്കുന്നത് പലതരത്തിലുള്ള ചിലവ് ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കാം. അത് പ്രത്യേകിച്ച് ഈ ഇവിടെ തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം
തൊഴിലിലൊക്കെ ചിലപ്പോൾ സഡനായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ അവർക്ക് സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ മാറ്റത്തിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അന്യരെ സഹായിക്കുന്നതിനുള്ളൊരു മനോഭാവം ഈ സമയത്തുണ്ടാകും. ആതുര സേവന പ്രവർത്തനങ്ങളിലൊക്കെ താല്പര്യം കൂടുന്ന സമയമാണ്. പൊതുവെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുന്ന ഒരു മാനസികാവസ്ഥയായിരിക്കും ഈ സമയത്ത് ഉണ്ടാകുന്നത്. അത് മാനസികമായിട്ട് സ്ട്രെസ് കുറയ്ക്കുന്നതിനൊക്കെ അത് സഹായകമാകും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ധ്യാനം, യോഗ ഇവയിലൊക്കെ ഏർപ്പെട്ട് അത് മുഖാന്തരം ഇന്നർ സ്പേസ് വികസിപ്പിക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്പം മെഡിക്കൽ എക്സ്പെൻസൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട്. ചിലർക്ക് വീട് മാറുന്നതിനോ ദൂരെ താമസിക്കുന്നതിനൊക്കെ ചിലപ്പോൾ യോഗം ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതുപോലെ സൂര്യനും ഗുരുവും ഒക്കെ തന്നെ 12 യോഗം ചെയ്യുക എന്ന് പറയുമ്പോൾ സത്ചിന്തകൾ, സാത്വിക പ്രവർത്തനങ്ങൾ ഈ സമയത്ത് ഇവരുടെ ഭാഗത്ത് ഉണ്ടാകാം. അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഗുരുവും സൂര്യനും ഒക്കെ തന്നെ ഇവരുടെ 6ാം ഭാവരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ തൊഴിൽപരമായിട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ പ്രതിബന്ധങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് തരണം ചെയ്യുന്നതിന് അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് തൊഴിലിടത്ത പ്രശ്നങ്ങളൊക്കെ ബുദ്ധിപൂർവം അത് കൈകാര്യം ചെയ്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അവയിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്നത്, പ്രത്യേകിച്ച് നല്ല എക്സസൈസ്, അതുപോലെ യോഗ ഇവയൊക്കെ ശീലിക്കുന്നതും ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അവർക്ക് ആരോഗ്യസ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അത് സഹായകമാണ്. വർക്ക് പ്ലേസിൽ പൊതുവെ ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയുന്ന സമയമാണ്. പ്രത്യേകിച്ച് 6ലൊക്കെ ആ സൂര്യൻ്റെയും ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലൊക്കെ എബിലിറ്റി കൂടുന്ന സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഗുണാനുഭവം ഉണ്ടാകും. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെസ്റ്റിലായാലും ഇൻ്റർവ്യൂകളിലായാലും അവർക്ക് മികവ് പുലർത്താൻ കഴിയുന്ന സമയമാണ്. തൊഴിലിലൊക്കെ ഫോക്കസ് കൂടും. അത് പ്രത്യേകിച്ച് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യവഹാരങ്ങളിലൊക്കെ അവർക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കടബാധ്യതയുള്ളവർക്ക് കടബാധ്യത അത് കുറയ്ക്കുന്നതിനുള്ള ഒരു അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. തൊഴിലിടത്ത് ബുദ്ധിശക്തി പ്രകടിപ്പിക്കുക വഴി പ്രത്യേകിച്ച് അത് തൊഴിൽ മേഖലയിൽ ഗുണാനുഭവം ഉണ്ടാകും എന്ന് മാത്രമല്ല, തൊഴിലിൽ ഉയർച്ചയ്ക്കും പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി തൊഴിലിടത്ത് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. പേരൻസിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. ചാരിറ്റി പ്രവർത്തനത്തിലുമൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും സൂര്യൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതും അതുപോലെ കർക്കിടക രാശിയിലെ സൂര്യനും ഗുരുവുമായിട്ട് യോഗം വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. കന്നിക്കുറുകാരെന്ന് പറയുമ്പോൾ ഉത്ര നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അത്തം, അതുപോലെ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ കന്യക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും സൂര്യൻ 12ാം ഭാവാധിപനാണ്. ഈ 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ 16-ന് അവരുടെ 11ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 16 വരെ സൂര്യൻ 11ാം ഭാവരാശിയിൽ ഉണ്ടാകും. സൂര്യൻ ആ 11ാം ഭാവരാശിയിൽ വേഴം ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ വേഴവും അതുപോലെ തന്നെ സൂര്യനുമായിട്ട് ആ 11ാം ഭാവരാശിയിൽ യോഗം വരുന്ന സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ 11ാം ഭാവം എന്ന് പറയുമ്പോൾ അത് ഇച്ഛാപൂർത്തി സ്ഥാനമാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ നഷ്ടസാധ്യതയുള്ള സംരംഭങ്ങളെല്ലാം തന്നെ ലാഭകരമാക്കി കൊണ്ടുവരാൻ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുവെ സൗഹൃദങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ വഴിയൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ദീർഘകാല ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും. ഉന്നത വ്യക്തികളെ കണ്ടുമുട്ടുന്നതിനും അതുവഴി അവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സുഹൃത്തുക്കളുടെയൊക്കെ സഹായം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ സർക്കാർ തലത്തിലൊക്കെ സർവീസിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ എന്തെങ്കിലും പണം കുടിശ്ശിക കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്നതിന് വളരെ അനുകൂല സമയമാണ്. ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊണ്ടൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പൊതുവെ റിലേഷൻഷിപ്പിൽ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പബ്ലിക് ഡീലിങ്സ് വഴി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ലീഡർഷിപ്പ് തലത്തിലേക്ക് ഉയരാൻ
ഈ കൂറുകാർക്ക് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിറ്റി തലത്തിലൊക്കെ ലീഡർഷിപ്പ് തലത്തിലേക്ക് ഉയരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ഉണ്ടാകാം. ധനവരവൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ധനച്ചെലവിനും ഈ 12ാം ഭാവാധിപനാണ് സൂര്യൻ എന്നുള്ള രീതിക്ക് ധനച്ചെലവിനും സാധ്യത കാണുന്നുണ്ട്. ജ്യേഷ്ഠ സഹോദരങ്ങൾ വഴിയൊക്കെ ധനനേട്ടം പ്രതീക്ഷിക്കാം. അതേസമയം അവർക്ക് വേണ്ടി ധനം ചെലവ് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ ഈ സമയത്തുണ്ടായെന്ന് വരാം. 12ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 12ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും ദുരിതങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ ഒരു ശമനം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അതേസമയം എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു കരുതൽ വേണം. ജീവിത പങ്കാളി വഴിയൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് ബിസിനസ്സിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ദാമ്പത്യ ബന്ധമൊക്കെ സുഖകരമാകും എങ്കിൽ തന്നെയും അല്പം ഈഗോ പ്രശ്നങ്ങൾ ചിലപ്പോൾ ദമ്പതിമാരുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. സൂര്യൻ 12ാം ഭാവാധിപനും കൂടിയാണ്. 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവുമായിട്ടാണ് യോഗം ചെയ്യുന്നത്. അപ്പോൾ ആ സൂര്യ ഗുരു യോഗമൊക്കെ 5ലേക്കൊക്കെ 11 വരുന്നതും 5ലേക്കൊക്കെ ആ സൂര്യനും ഗുരുവും ഒക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അത് ആത്മീയ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് കൂടും. ആത്മജ്ഞാനം ഉണ്ടാകുന്ന സമയമായിരിക്കും. പുണ്യപുരാണ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നതിനും അതുപോലെ സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇഷ്ടവിഷയങ്ങളിൽ അവർക്ക് അഡ്മിഷൻ സാധ്യമാകും. കോമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരീക്ഷകളിലൊക്കെ മികവ് പുലർത്താൻ കഴിയുന്ന സമയമാണ്. അതുപോലെ വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്രത്യേകിച്ച് 5ലെ ആ ഗുരുവിൻ്റെയും സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ടീച്ചിങ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പ്രണയബന്ധമൊക്കെ ഉണ്ടാകും, സ്മൂത്താകും. എങ്കിലും ചിലർക്ക് ഈ പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ ഒരു ഈഗോ പ്രശ്നമൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കുക. അതേസമയം ഈ സർക്കാർ സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അമിത പ്രയത്നത്തിലൂടെ അല്ലാതെ നമുക്ക് കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. 5ലൊക്കെ ആ ഗുരുദൃഷ്ടി വളരെ ഗുരുവിൻ്റെയും സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി പ്രത്യേകിച്ച് ബുദ്ധിശക്തിയൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട്. ഉപാസനാദി കാര്യങ്ങളിലൊക്കെ വളരെ ഫോക്കസ് ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഇനി തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ഈ സൂര്യൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതും സൂര്യനും ഗുരുവുമായിട്ട് കർക്കിടക രാശിയിൽ യോഗം ചെയ്യുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും സൂര്യൻ 11ാം ഭാവാധിപനാണ്. 11ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ 16 അവരുടെ കർമ്മസ്ഥാനത്തേക്ക് 10ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 16 വരെ ആ സൂര്യൻ കർമ്മസ്ഥാനത്ത് ഉണ്ടാകും. അതുപോലെ ഈ 10ാം ഭാവരാശിയിൽ ഗുരു ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ 10ാം ഭാവരാശിയിൽ സൂര്യനും ഗുരുവുമായിട്ട് യോഗം ചെയ്യുന്നു. വളരെ അത്യപൂർവമായിട്ടുള്ളൊരു യോഗമാണ് 10ൽ സൂര്യനും ഗുരുവുമായിട്ട് ഉണ്ടാകുന്നത്. ആ യോഗം വഴി ഉണ്ടാകുന്നത് അത് വലിയ നേട്ടങ്ങൾ പ്രത്യേകിച്ച് കർമ്മ മണ്ഡലത്തിൽ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇപ്പോൾ സൂര്യൻ്റെ രാശിമാറ്റവും ആ സൂര്യൻ്റെ ഗുരുവിൻ്റെയൊക്കെ യോഗം 10ൽ വരുന്നത് പ്രൊഫഷണൽ തലത്തിൽ വൻ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിലിൽ ഉയർച്ച പ്രതീക്ഷിക്കാം. സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. തൊഴിലിടത്ത് എന്തെങ്കിലും അംഗീകാരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കും അതിനനുകൂല സമയമാണ്. തൊഴിലിടത്ത് പ്രത്യേകിച്ച് കോവർക്കേഴ്സിൻ്റെയൊക്കെ സഹകരണം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. മേലുദ്യോഗസ്ഥരുടെ പ്രീതി, പ്രോത്സാഹനം ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ അവസരങ്ങളുടെ സമയമായിരിക്കും. തൊഴിൽ ലബ്ധിക്ക് സാധ്യതയുണ്ട്. ചിലർക്ക് തൊഴിലിടത്ത് നേതൃതലത്തിലേക്ക് ഉയരുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ അവർക്ക് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഈ സമയത്ത് അവരുടെ ഭാഗത്ത് വന്നു ചേർന്നു എന്ന് വരാം.
ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് തൊഴിലിൽ നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. അവരെ കൊണ്ട് ഈ കുറുകാർക്ക് ഗുണാനുഭവം ഉണ്ടാകും. സർക്കാർ സർവീസിലുള്ളവർക്ക് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ഗുണാനുഭവം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തലത്തിലേക്ക് ഉയരുന്നതിനും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തൊഴിൽ അന്വേഷകർക്ക് പ്രത്യേകിച്ച് തൊഴിൽ ഭാഗ്യത്തിൻ്റെ സമയമെന്ന് പറയാം. അതുപോലെ ടെസ്റ്റ് ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ അതിലൊക്കെ മികവ് പുലർത്താൻ കഴിയുന്ന സമയമാണ്. ബിസിനസ്സുകാർക്ക് നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കഴിയും. ബിസിനസ്സിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സൂര്യഗുരു യോഗം 10 സ്ഥിതി വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ആത്മാർത്ഥമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അംഗീകാരത്തിൻ്റെ സമയമായിരിക്കും. ഇപ്പോൾ ഈ 11ാം ഭാവാധിപൻ ആണ് സൂര്യൻ. ആ 11ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 12-ലായതുകൊണ്ട് പ്രത്യേകിച്ച് വിദേശ ബന്ധം വഴിയൊക്കെ സാമ്പത്തിക സ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ധനച്ചെലവിന് അനുസരിച്ച് അവർക്ക് ധനാഗമം ധനവരവിനും സാധ്യതയുള്ള സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ പൊതുവെ നമുക്ക് ഈ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുവഴിയൊക്കെ അല്പം ചെലവ് ഈ സമയത്ത് കൂടാനും സാധ്യതയുണ്ട്. അതുപോലെ സൂര്യ ഗുരുവൊക്കെ ഈ 4ാം ഭാവരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ലൈഫ്, ഫാമിലി ലൈഫ് ഒക്കെ തന്നെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന സമയമായിരിക്കും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ ലാൻഡഡ് പ്രോപ്പർട്ടി വഴി, അതുപോലെ കൃഷി വഴി, നമുക്ക് റെൻ്റൽ ഇൻകം വഴി ഒക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. വീട്, വാഹനം, വസ്തുക്കളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. കുടുംബത്തിലൊക്കെ സുഖാനുഭവങ്ങൾ ഉണ്ടാകും. സമാധാനം ഈ സമയത്ത് ഉണ്ടാകാവുന്ന സമയമാണ്. പഠിതാക്കൾക്ക് ഗുണാനുഭവം ഉണ്ടാകും. അവർക്ക് ചിലപ്പോൾ സർക്കാർ തലത്തിൽ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ആത്മീയ ചിന്തയൊക്കെ കൂടുന്ന സമയമാണ്. പ്രത്യേകിച്ച് നിഗൂഢശാസ്ത്രങ്ങൾ, തത്വശാസ്ത്രങ്ങൾ ഇവയിലൊക്കെ താല്പര്യം ഉണ്ടാകാവുന്ന സമയമാണ്. പഠനത്തിലൊക്കെ നിപുണതയുണ്ടാകും. നമ്മൾ ഏത് കാര്യങ്ങളായാലും അത് വിമർശന ബുദ്ധിയോടെ അപഗ്രഥിച്ച് അതിൽ കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. അതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് അത് തൊഴിലിടത്തായാലും കുടുംബതലത്തിലായാലും ആദരവ്, ബഹുമാനമൊക്കെ ഉണ്ടാകുന്നതിന് അത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ തൊഴിലിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് സൂര്യനും ഗുരുവും 10 യോഗം ചെയ്യുന്നത്. അതുപോലെ കുടുംബത്തിൽ നമുക്ക് സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അനുകൂല സമയമാണ്. അപ്പോൾ പ്രൊഫഷണൽ തലത്തിലും ഫാമിലി ലൈഫിലും ഒരു മുന്നേറ്റത്തിൻ്റെ സമയമായിരിക്കും ഈ സൂര്യൻ്റെ രാശിമാറ്റവും സൂര്യനും ഗുരുവുമായിട്ട് ഈ 10 യോഗം ചെയ്യുക വഴി തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. ഇനി വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും കർക്കിടക രവി സംക്രമവും അതുപോലെ സൂര്യനും ഗുരുവൊക്കെ കർക്കിടക രാശിയിൽ യോഗം ചെയ്യുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. വൃശ്ചികക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം, അതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാരാണ്. ഇപ്പോൾ വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും സൂര്യൻ 10ാം ഭാവാധിപനാണ്. 10ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ 16-ന് ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 16 വരെ ആ സൂര്യൻ ഭാഗ്യസ്ഥാനത്തുണ്ടാകും. ഭാഗ്യസ്ഥാനത്ത് ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഗുരുവും സൂര്യനുമായിട്ട് ഭാഗ്യസ്ഥാനത്ത് യോഗം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഗുരു എന്ന് പറയുമ്പോൾ ധനഭാവാധിപനാണ്, 5ാം ഭാവാധിപനാണ്. സൂര്യനാണെങ്കിൽ 10ാം ഭാവാധിപനാണ്. ഇപ്പോൾ 2ഉം 5ഉം 10ഉം ഭാവാധിപന്മാരുടെ ഒരു യോഗമാണ് ഭാഗ്യസ്ഥാനത്ത് വരുന്നത്. അപ്പം ആ 10ാം ഭാവാധിപൻ സൂര്യൻ 9-ൽ വരിക എന്ന് പറയുമ്പോൾ തൊഴിൽപരമായിട്ട് ദൂരയാത്രകൾ ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ ഭാഗ്യത്തിൻ്റെ സമയമെന്ന് പറയാം. ചിലർക്ക് തൊഴിൽ സ്ഥലത്ത് നിന്ന് പ്രത്യേകിച്ച് ഉയർന്ന പഠനത്തിനോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിനോ വേണ്ടിയൊക്കെ ചിലപ്പോൾ വിദേശത്ത് പോകുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ ദൂരസ്ഥലത്ത് ട്രെയിനിങ്ങിനൊക്കെ പോകാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പിതാവിൻ്റെ തൊഴിലിന് സമാനമായിട്ടുള്ള തൊഴിൽ ചിലർക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഹെറിഡിറ്ററി പ്രൊഫഷൻ കിട്ടുന്നതിന് സാധ്യത കാണുന്നുണ്ട്. തൊഴിലിൽ പിതാവിൻ്റെയൊക്കെ സ്വാധീനം ഈ സമയത്ത് ഉണ്ടാകും. പൊതുവെ കർമ്മഭാഗ്യത്തിൻ്റെ സമയം എന്ന് പറയാം. പ്രത്യേകിച്ച് ഇൻ്റലക്ച്വൽ തലത്തിലൊക്കെ ശോഭിക്കാവുന്ന സമയമാണ്.
ധർമ്മചിന്തയൊക്കെ കൂടും. ഗുരുക്കന്മാർ, അതുപോലെ സീനിയർ അധ്യാപകർ, പിതാവ്, അവരുടെയൊക്കെ ഗൈഡൻസ് പ്രത്യേകിച്ച് ഈ സമയത്ത് വളരെ ഗുണാനുഭവം ഉണ്ടാകും. അത് ധനഭാഗ്യത്തിനൊക്കെ വഴിതെളിക്കും. അതുപോലെ നമ്മൾ ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ കൃത്യസമയത്തൊക്കെ ചെയ്തു തീർക്കാൻ കഴിയുന്ന സമയമാണ്. സർക്കാർ സർവീസിലുള്ളവർക്ക് ഭാഗ്യനേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നവർക്ക് അനുകൂല സമയമാണ്. അധ്യാപകരുമായിട്ട് നല്ല ബന്ധമുണ്ടാകുന്ന സമയം. പഠനത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനാകും. ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അഡ്മിഷനൊക്കെ സാധ്യമാകുന്ന സമയമാണ്. 10ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 12ലാണ് വരിക എന്നുള്ളത് കൊണ്ട് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട യാത്രകൾ, അല്പ ചെലവ് ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. ആത്മീയ ചിന്തയൊക്കെ കൂടും. ഉന്നത പഠനം, തൊഴിൽ, വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്ക് സൂര്യൻ്റെ രാശിമാറ്റം വളരെ ഗുണം ചെയ്യും. 10ാം ഭാവാധിപനായ സൂര്യൻ 9 സഞ്ചരിക്കുന്നത് ഈ കൂറുകാർക്ക് ആത്മീയ സാധന കൂടുന്നതിനും ആത്മീയ ഗുരുക്കന്മാരെ കണ്ടുമുട്ടുന്നതിനുമൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനും അവയിലെ തത്വങ്ങളൊക്കെ ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ഇന്നർ സ്പേസൊക്കെ വികസിക്കുന്നതിനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. വിദേശയാത്രകൾക്ക് പ്ലാൻ ചെയ്യുന്നതിന് സാധ്യത കാണുന്നുണ്ട്. സൂര്യനും ഗുരുവൊക്കെ തന്നെ 3ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് തൊഴിലിൽ ആക്റ്റീവ് ആകുന്നതിനും നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരുന്നതിനും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ അത് സഹായകമാകും. എഴുത്തിലായാലും പ്രഭാഷണത്തിലായാലും മീഡിയ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമാണ്. പൊതുവേ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഫോക്കസ് കൂടുന്ന സമയമാണ്. ആത്മവിശ്വാസം, ധൈര്യമൊക്കെ ഈ സമയത്ത് കൂടും. മനസ്സ് നിറയെ പുതിയ ആശയങ്ങൾ ഇവർക്കുണ്ടാകും. അത് പുതിയ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. മറ്റുള്ളവർക്കായി നല്ലത് ചെയ്യുന്നതിനുള്ള ഒരു ചിന്ത ഈ സമയത്തുണ്ടാകും. സ്വതന്ത്രമായിട്ടുള്ള വീക്ഷണങ്ങൾ ആയിരിക്കും ഈ കൂറുകാർക്ക് ഈ സമയത്തുണ്ടാകുന്നത്. പുത്തൻ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അതുപോലെ അവരുടെ ആശയങ്ങളൊക്കെ പ്രാവർത്തികമാക്കുന്നതിനും അനുകൂല സമയമാണ്. അപ്പോൾ ട്രേഡിലായാലും സ്പെക്കുലേറ്റീവ് തലത്തിലായാലും വിജയസാധ്യത കാണുന്നുണ്ട്. സഹോദരന്മാരുമായി നല്ല ബന്ധം ഈ സമയത്ത് സാധ്യമാകും. പൊതുവെ നമുക്ക് ഈ മീഡിയ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.